എന്റെ അമ്മേ. അത്തിരി പുത്തിരി മുന്തിരിച്ചപ്പോ കപ്പിത്തിരി മത്താപ്പോ അത്തിരി പുത്തിരി നിന്നൊക്കെ ഞാൻ എടുത്തോളടാ. നിന്റെയൊക്കെ കൈനീട്ടോ ഞാൻ നിനക്ക് വീട്ടിൽ കൂടെ എത്തരാടാ. നാട്ടിലെ പേക്കിരി പിള്ളേരുടെ അടുത്തുനിന്ന് തന്നെ രാവിലെ കൈനീട്ടം മേടിച്ചില്ലേ? തള്ള മേടിക്കാൻ വേണ്ടിയല്ല, തരാൻ വേണ്ടി വന്നാ. ബൈ ദ ബൈ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി കൈമാറാനുണ്ട്. ഉണ്ണിക്കുട്ടാ, ഡമാർ പടാർ പടക്കങ്ങൾ, ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പ്, ഓലപ്പടക്കം പിടിപ്പടക്കം അവിടെ ബോംബെ. എന്തിനാ സുരു ഇതൊക്കെ? ഉണ്ണിക്കുട്ടിന് പടക്കം വാങ്ങാൻ മാഷ് കുറച്ച് കാശ് തന്നിരുന്നു. രാവിലെ തന്നെ ഞാൻ പടക്കം ഇട്ടിട്ട് പോന്നു. ദാറ്റ്സ് ഓൾ. പോട്ടെ ചേച്ചി. നീ വീട്ടിലോട്ട് വന്നോടാ. ആണെങ്കിൽ ഞാനും കൂടി എന്റെ പുറകെ കയറാടാ. അയ്യടാ, പുറകെ കയറ്റാൻ പറ്റിയ സാധനം നടന്ന് വന്നാ മതി. എടാ അവിടെ നിക്ക്, ഞാനും കൂടെ വരാം. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവിടെ നിക്ക്. കാര്യം പറയട്ടെ, പോലല്ലേ. ഒറ്റപ്പാലം എത്തിയോ? എത്തിയൊന്നു. ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പായി. ഞാനിവിടെ ഇറങ്ങിക്കോളാം. ചേട്ടാ ഒരു ചായ. ലൈറ്റോ മീഡിയോ സ്ട്രോങ്ങോ? ഡബിൾ സ്ട്രോങ്. ആ ചായ എന്ന് പറഞ്ഞാൽ അത് കടുപ്പത്തിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ഒരു ഉഷാറാവില്ല അല്ലേ? ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ലാൽ ജോസ് സാറിന്റെ വീട് എവിടെ? അയ്യോ, ലാൽ ജോസിനെ അന്വേഷിച്ച് വന്നാണോ? നേരത്തെ പറയണ്ടേ. 2 കഷ്ണം പുട്ടും കടലക്കറി എടുക്കാം. വേണ്ട ചേട്ടാ. എന്നാ 4 ചൂടുള്ള ദോശ എടുത്താലോ? വേണ്ടാഞ്ഞിട്ട് ചേട്ടാ. ഇവിടുന്ന് അധികം ദൂരം ഉണ്ടോ? ദൂരം ഉണ്ടോന്ന് ചോദിച്ചാ നിങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. അയ്യോ, ഇന്നിപ്പോ വിഷു ആയത് കാരണം ഓട്ടോക്കാരൊക്കെ ഒരു വഴിയായിരിക്കും. നേരെ വെച്ച് പിടിച്ച കാഴ്ചക്ക് നടക്കാനുള്ള ദൂരമുള്ളോ? രാജപ്പാ, ഇങ്ങനെ നമ്മുടെ ലാലുവിനെ കാണാൻ വന്നതാ. നീ ആ വഴിക്കല്ലേ, ഒന്നാക്കി കൊടുക്കടോ. പ്ലീസ് ഗെറ്റ് ഇൻ. കയറിക്കോളൂ, അവനാക്കി തരും. വലിയ ഉപകാരം. ആ എന്നാ പോവാം. ഓ. ഓയ്. ഈ സിനിമയിലെ കാണുന്ന വരിക്കാശ്ശേരിമൻ ഇവിടെ അടുത്താണോ? വലിയ ദൂരമില്ല. പിന്നെ ഈ സവർണ ഫാസിസ്റ്റ് പടങ്ങളാണല്ലോ അവിടെ ഷൂട്ട് ചെയ്യാറുള്ളത്. ഞങ്ങള് ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യേ. എന്തോ മിക്കവാറും എല്ലാ ദിവസവും അവിടെ ഷൂട്ടിംഗ് കാണുമല്ലോ. സിനിമാ നടന്മാരെ നടിമാരെയൊക്കെ അടുത്ത് കാണാമല്ലോ. ഓ, നടന്മാര് അല്ല. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ലാൽ ജോസിനെ കണ്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാനാ. ഇറങ്ങ. എന്തൊരു ചേട്ടാ? അതാ വീട്, കേറി ചെല്ല്. കൊള്ളാം കൊള്ളാം. ആരാ? എന്തു വേണം? ഞാൻ മോഹൻ ലാൽ ഒന്ന് കാണാൻ വന്നതാ. സാറേ, സാറിനെ കാണാൻ ഒരു മോഹൻലാൽ വന്നിരിക്കുന്നു. മോഹൻലാലോ? ആരാ? സാർ, ഞാൻ മോഹൻ. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേറിയിരിക്കൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. ഇരുന്ന് സംസാരിക്കൂ. എന്താ കാര്യം? അത് ഞാൻ സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം. ഞാൻ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. അതിലെന്തെങ്കിലും ഒരു വേഷം? അതിലിപ്പോ നിങ്ങൾക്ക് പറ്റിയ വേഷം അത് ഈ പ്രായത്തില്? പ്രായം ഒരു പ്രശ്നമാണ് സാർ. പ്രശ്നമല്ലേ? 40ാമത്തെ വയസ്സല്ലേ സാർ സത്യൻ മാസ്റ്റർ ആത്മസഖിയിൽ അഭിനയിക്കാൻ വരുന്നത്. പിന്നെ ജയൻ. പ്രായത്തിന് പറ്റിയ വേഷം കൂടി വേണ്ടേ? ഏതായാലും കോളേജ് കുമാരനായിട്ട് പറ്റില്ലല്ലോ.
ഈ ക്യാമ്പസ് സിനിമയാകുമ്പം മാഷന്മാരുടെ റോളായാലും മതി. ഞാനും സ്കൂൾ മാഷാണ് സർ. സ്കൂൾ മാഷാണോ? ആ. നിങ്ങൾ എന്തിനാണ് മാഷെ വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഒരു ഡിവൈൻ പ്രൊഫഷൻ അല്ലേ കയ്യിലുള്ളത്? ഇഷ്ടമുണ്ടായിട്ട് ചേർന്ന ജോലിയില്ല സർ. അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ. എന്തിനാ മാഷെ നല്ല മനസ്സമാധാനമുള്ള പണി കളഞ്ഞിട്ട് സിനിമയിൽ കയറുന്നത്? ഇവിടെ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ടെൻഷനാ. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോഴാണ് സാർ എനിക്ക് ടെൻഷൻ. മാഷ് നേരത്തെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ചില നാടകങ്ങളിലൊക്കെ, പിന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. ഏത് സിനിമയില്? അത് പൂർത്തിയായില്ല സർ. സംവിധായകരും മറ്റുള്ള ആളുകളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായി നിർമ്മാതാവ് മാറി, പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി. എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. കാസ്റ്റിംഗ് ഒക്കെ അതിന് ശേഷമേ തീരുമാനിക്കും. അത് മതി സാർ. എന്റെ കാര്യമൊന്നും മറക്കാതിരുന്നാ മതി. എന്താ ഇത്? ഒരു ഫോട്ടോയാണ് സർ. എന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് സർ. പുറകിൽ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. റോളിന്റെ കാര്യത്തില് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അത് മതി സാർ. സാറിനെ പോലുള്ളവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് എനിക്കൊക്കെ തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് സാർ. ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടോളാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. ആ മനസ്സിലായി. സാറേ, ആ ഫോട്ടോ ഒരു പനി പിടിച്ച സമയത്ത് എടുത്തതാ. വേറൊരു ഫോട്ടോ ഇത് മതിയോ? ഹലോ, ഇല്ല, ഏതായാലും ഈ സിനിമയിൽ സാധ്യതയില്ല. അതെ, സത്യന്തിക്കാട് സാറിനെ കാണാൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും സാൽബുട്ടേഷൻ ആവോ? എന്നെ ബോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കും, എനിക്ക് ഉറപ്പാ. മാഷൊരു സിനിമാ നടനായിട്ട് വേണം എനിക്കൊരു ബെൻസ് കാറിൽ കയറാൻ. ഈ സ്കൂട്ടർ ഒന്ന് മാറാൻ പറഞ്ഞിട്ട് എന്നെ കുറച്ചു നാളായി. അതൊക്കെ മാറാന്നേ. കാറിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആ ഗേറ്റിൽ കിട്ടാനല്ല ബാനർ വാങ്ങിയോ? ഞാനത് എപ്പോഴേ മറന്നുപോയി. ഞാൻ വരുമ്പോഴേക്കും ബാനർ കണ്ടില്ലെങ്കിലാ. ഏറ്റവും എപ്പ കെട്ടിന്ന് വെച്ചേ. ഇപ്പൊ സാൽബുട്ടേഷൻ. മോളെ, ഇയാൾ ഇങ്ങനെ നാടകമൊന്നും സിനിമയൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ സ്കൂളിൽ ചിലർക്ക് ചില പരാതിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എനിക്കറിയാം, ഇതാ കമ്പ്യൂട്ടർ ചാക്കോ പറഞ്ഞതല്ലേ. അത് അസൂയുണ്ട് സിസ്റ്ററെ. ഓ, അസൂയപ്പെടാൻ എങ്ങനെ ആര്? അമിതാഭ് ബച്ചന. ഇതാടാണ് ഈ ഊപ്പ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഓണം കയറാൻ പോലെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്റ്റുഡിയോ. ആള് കണ്ടാത്തൊന്നും ഇതേതോ AVM സ്റ്റുഡിയോയോ മറ്റേ പുതിയ സ്റ്റുഡിയോ മറ്റോ ഒക്കെ. എന്റെ സ്റ്റുഡിയോയുടെ പേരിലെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടല്ലോ, കണ്ടാ? എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവനെ പോലൊരു പിന്തിരിപ്പൻ ഈ പഞ്ചായത്തിലില്ല. എന്നാലൊരു പരിചയക്കാരനാ, ഛേദമില്ലാത്ത ഒരു ഉപകാരമാ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കുക. അതില്ല. നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മൾ തന്നെ പരിശ്രമിക്കണ്ടേ സിസ്റ്ററെ? ജോലി കളയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കളഞ്ഞുപോയി കഴിയുമ്പോഴേ കയ്യിലുണ്ടായതിന്റെ വില അറിയാം. ഇത് കേട്ടാത്തൊന്നുമില്ല ഞാൻ നാളെ തന്നെ ജോലിയും രാജിവെച്ച് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെയാന്ന് എനിക്ക് എത്ര നേരത്തെ ഇറങ്ങാമായിരുന്നു. പോട്ടെ സിസ്റ്റർ. ശരി. ആ, ടൂറിന്റെ കാര്യം മറക്കരുത്. നീ മഠത്തിലേക്ക് ഇറങ്ങുമല്ലോ. വരാം. ഞാനും വരും ടൂറിന്. നീ ഇല്ലാതെ ഞങ്ങള് ടൂറിന് പോവോടാ. ഇതെവിടെ എങ്ങോട്ടാ? ആ, ആലോചിക്കണം. സന്തോഷമോ, നേരത്തെ അങ്ങ് എത്തിയേക്കണേ. എത്തിയില്ലെങ്കിലോ? ഒരു അലവലാതി സ്റ്റുഡിയോ അടിച്ചു തീർത്ത് തീടാൻ ഒരു UP സ്കൂൾ അധ്യാപകൻ വിചാരിച്ചാലും പറ്റും. 2 കമ്പ്യൂട്ടർ കൂടി വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അഭിനയക്കളരി, തേങ്ങാക്കൊല. എന്താ പക്ഷേ രാവിലെ തന്നെ തേങ്ങാടൻ കൊലയുടെ കാര്യം പറഞ്ഞേ? അല്ല, കല പുഴുങ്ങിത്തുന്ന വയറ് നിറയില്ല എന്ന് പറയായിരുന്നു. എന്നാ മാഷം 3-4 കമ്പ്യൂട്ടർ പുഴുങ്ങി തന്നെ വയറ് നിറട്ടെ. മാഷേ, ഈ അവധിക്ക് പോലും ഞങ്ങളെ വീട്ടിലിരുത്താത്തത് കഷ്ടമാണ് കേട്ടോ. വിഷുവിന് പോലും വീട്ടിലിരിക്കാത്ത ആളോട് തന്നെ വേണം ടീച്ചർ ഇത് പറയാൻ. അത് പിന്നെ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ സംവിധായകർ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ചെന്നാലല്ലേ അവരെ കാണാൻ പറ്റൂ. എന്നാലും പിള്ളേർ കൂടി ഈ അഭിനയഭ്രാന്ത് പിടിപ്പിക്കണോ മാഷേ? ചേടാ, പഠിക്കാൻ മോശമായ ഒരുത്തിന് IAS കാരനാകണമെന്ന് പറഞ്ഞാൽ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യും. അഭിനയിക്കാൻ അറിയാവുന്ന ഒരുത്തൻ സിനിമാ നടനാണോ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം?